പൂജ അമ്മ എന്തെറ്റി എടി പൂജ അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യാം അമ്മ എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല ഇവന് കല്യാണം കഴിക്കാനായിട്ട് ഈ അമ്മ എനിക്ക് മിണ്ടാതിരിക്കണം നല്ലതാ എന്താടി പറ്റി എൻ്റെ ചേട്ടൻ്റെ മകനിക്ക് അമ്മ എൻ്റെ ചേട്ടൻ്റെ മകനിക്കാ ഒന്നും പറ്റില്ല അമ്മ ഇവന് ഒച്ച ശരിയില്ല അമ്മ എൻ്റെ ടൈപ്പ് ഇവനല്ല ഐഡൽ ടൈപ്പ് പറഞ്ഞാൽ എന്താ അമ്മ എൻ്റെ ടൈപ്പ് ഇവനല്ല നിൻ്റെ ടൈപ്പ് പറഞ്ഞാൽ അമ്മ ഞാൻ ആഗ്രഹിക്കുന്ന ചെക്കൻ പറഞ്ഞാൽ ക്യൂട്ടായിട്ട് ആൻസമായിരിക്കണം അമ്മ ഇവൻ ആൻസം മാത്രമല്ല നല്ല ക്യാറിങ് ആയിരിക്കണം നല്ല ക്യൂട്ടായിരിക്കണം അമ്മ എനിക്കിവനെ ഇഷ്ടമല്ല അമ്മ അത് ഓൾറെഡി എൻ്റെ ക്ലാസ്മേറ്റ് എൻ്റെ ഫ്രണ്ടിക്ക് ഇവൻ പ്രപ്പോസ് ചെയ്തതാണ് എന്താ മോളെ നീ പറയുന്നത് അമ്മ ഇവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ക്ലാസ്മേറ്റൊക്കെ പ്രപ്പോസ് ചെയ്തു ആ വീഡിയോ അങ്ങനെ വീഡിയോ കണ്ടു ഇത് എൻ്റെ ക്ലാസ്മേറ്റ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു ഇതാ കണ്ടോ കണ്ടോ നെക്സ്റ്റ് ഇതെൻ്റെ ക്ലാസ്സിൽ നല്ല പഠിക്കുന്ന കുട്ടി പേര് ദിയ ഇവൾക്കും പ്രപ്പോസ് ചെയ്തു അമ്മ ഇതോട്ട് ഷോക്കായി എന്നിട്ട് ഈ പറയണ അതമ്മ ഇവർക്ക് രണ്ടുപേരും പ്രപ്പോസ് ചെയ്തു ഓൾറെഡി ഇവനെക്കുറിച്ച് കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യാത്തത് ഇവനെ കുറിച്ച് അങ്ങനെ അറിയും അമ്മ ഒരു മിനിറ്റ് അമ്മ നാളെ അമ്മയോട് ഞാൻ പറയാം എന്നെ കുറച്ച് ജോലിയുണ്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്താ മോളെ പൂജ ഇല്ല അമ്മ ഇവനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയണ്ട അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം അത് പറഞ്ഞു ഇവിടുന്ന് പോയി ഇവന് എന്താ അറിയിക്കുന്നത് ഹലോ മച്ചി എന്താ പറ്റി പൂജ എടീ കമീൻഡി പൂജേൻ്റെ ഫ്രണ്ട് വന്ന് എന്തടി മച്ചി എന്ത് പൂജ ഇല്ലടി എനിക്കൊരു കഷ്ടമോടി ഈ കാര്യത്തിൽ ഒന്നും പറഞ്ഞ് മനസ്സിലാകില്ല അമ്മയ്ക്ക് ഇവനെ ഈ കല്യാണം കഴിക്കാൻ പറഞ്ഞിരുന്നു എന്ത് ആരെ എൻ്റെ അമ്മൻ്റെ ചേട്ടൻ്റെ മകനാ എൻ്റെ അർജുനക്ക് ഒരു പ്രശ്നമുള്ളൂ അതെ അർജുന അണ്ണയും സിക്കാരില്ല അർജുനൻ എനിക്കിഷ്ടമല്ലോടി ഓൾറെഡി നിനക്കറിയില്ലേ അത് ശരിയാ അങ്ങനെ പറഞ്ഞായിരുന്നു ഫ്രണ്ട് പറഞ്ഞു മച്ചി എങ്ങനെയടി രക്ഷപ്പെടാം പൂജ പറയാ എടി അതെ അവനെ പ്രപ്പോസ് ചെയ്ത് അവൻ്റെ അകത്തെ ഗേൾ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നല്ലേ എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് വേണം അങ്ങനെ വന്നു ഹായ് മച്ചി എന്താടി പറ്റി എടാ എനിക്ക് അവൻ്റെ ഡീറ്റെയിൽസ് വേണം അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് നിനക്കറിയുമല്ലോ അതെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ക്ലാസ്മേറ്റാണല്ലേ എനിക്കറിയാം ഡീറ്റെയിൽസ് ചേട്ടൻ്റെ പറയാം ഹലോ ചേട്ടാ ഓക്കെ ചേട്ടാ ചേട്ടൻ ഇവിടേക്ക് വരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഡീറ്റെയിൽസ് ഉള്ള ചിപ്പ് ഓൾറെഡി ഉണ്ട് ചേട്ടനടുത്തോട് വരും പറഞ്ഞിട്ടുണ്ട് ശരി ഓക്കെ ആദ്യൻ്റെ ഫ്രണ്ട് വന്നു ഏട്ടാ വന്നു ചേട്ടൻ എന്താടാ ചേട്ടാ നോക്കൂ ഹായ് പൂജ ഹായ് ചേട്ടാ ഹായ് എന്ത് പറ്റി നീന്തിനമ്മ ചിപ്പ് കേട്ടത് ഡീറ്റെയിൽസ് പറഞ്ഞു ഓക്കെ ഓൾറെഡി ഇതിൻ്റെ ചിപ്പ് മാത്രമല്ല വീഡിയോസും ഉണ്ട് ശരി ഞാനും കൂടെ വരാം അങ്ങനെ പറഞ്ഞു അങ്ങനെ എല്ലാവരും വീട്ടിലൊക്കെ പോയി എല്ലാ ഗേൾസിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ തുടങ്ങി എല്ലാ ഗേൾസും ഓക്കെ എന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഗേൾസിൻ്റെ വീട്ടിലൊക്കെ പോയി ആ ഗേൾസിനോട് പറയാൻ തുടങ്ങി ആ ഗേൾസും വന്നു ശരി ഓക്കെ നമുക്ക് അങ്ങനെയായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ രാത്രി പൂജ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി രാവിലെ അമ്മ മോളെ നീ എപ്പോഴാ അർജുന് കല്യാണം കഴിക്കും അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ വരും ഹലോ വന്നോ വന്ന് എത്തി ഞങ്ങൾ എല്ലാവരും വീട്ടിൽ തുറന്നു നോക്കൂ നിറയെ ഗേൾസ് ഉണ്ട് ഇത് കണ്ട ഷോക്കായി നീ ആരമ്മ ഞങ്ങൾ പിന്നോട് പറഞ്ഞ എല്ലാവരും അകത്ത് വന്നിരുന്നു അമ്മ അച്ഛ വീഡിയോ അതെ അർജുൻ്റെ അമ്മയെ വന്നായിരുന്നു ആൻറ്റി നിങ്ങളെ നിങ്ങളെ മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞല്ലേ ശരി ഓക്കെ അങ്ങനെയായിട്ട് അർജുൻ്റെ അമ്മയും അച്ഛനും വന്നായിരുന്നു അങ്ങനെ ആ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നിറയെ വീഡിയോസ് എൻ്റെ ഫസ്റ്റ് ഗേൾ വന്നു അവർക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്ത അതല്ലേ കോളേജ് അങ്ങനെ ഫസ്റ്റ് ഗേളുടെ പേരാണ് രഞ്ജിത്ത ഹായ് ആൻറ്റി എൻ്റെ പേര് രഞ്ജിത്ത കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് രഞ്ജിത്ത ഐ ലവ് യു രഞ്ജിത്ത ഞാൻ ലവ് ചെയ്യുന്ന രഞ്ജിത്തേൻ്റെ വീഡിയോ വന്നു രഞ്ജിത്ത് പറയാം ആൻറ്റി ഞാൻ എൻ്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് അതെ ഞാൻ എൻ്റെ കൂടെ ഓൾറെഡി ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആൻറ്റി ഞാൻ അവൻ്റെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ലവ് ചെയ്ത ആൻറ്റി ശരി കഴിച്ചാണ് 6ാം ക്ലാസ്സത്തോളം ഞങ്ങൾ 9th ഗേൾ ഫ്രണ്ട്സ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ലവ് ചെയ്ത്
ആൻ്റെ ഞങ്ങൾ 9ാം ക്ലാസ്സിലുള്ള ഞങ്ങൾ ലവ് ചെയ്തു. പിന്നെ ബ്രേക്കപ്പായി. ഇവനെക്കുറിച്ച് എനിക്കറിയായിരുന്നു. ഇവൻ പറഞ്ഞ നടന്ന കറിയല്ല പറഞ്ഞു. ഇവനെ കുറച്ച് പേ ബോയ് ആൻറ്റി എൻ്റെ ക്ലാസ്മേറ്റ് റോഡെല്ലാം ഇവനും പ്രൊപ്പോസ് ചെയ്ത് ഇവൻ ഒരുപാട് വീഡിയോസ് എല്ലാം എനിക്ക് വേണ്ടേ എന്നാൽ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഒന്നില്ലാണ്ടേ. ഇവൻ ചുമ്മാ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഒരു ഡൗട്ടിൽ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തോ ഒന്നില്ലാണ്ടേ. നിറയെ ഗേൾസ് വീഡിയോസ് എടുത്താൽ മാത്രം ഇവൻ പോയി ശരി ചെറിയ പ്രായത്തിൽ ചെയ്തല്ലേ. ഇല്ല ഞങ്ങൾ രണ്ടാമത്തെ ഗേൾ വേണ്ട. എൻ്റെ പേര് ദിയ. ഞങ്ങൾ രണ്ടുപേരെ +2 മീറ്റ് ചെയ്തേണ്ടി. അങ്ങനെ +2 ഞങ്ങൾ രണ്ടുപേരും ലവ് ചെയ്ത് തുടങ്ങി. അവന് ഓൾറെഡി ആൻറ്റി എൻ്റെ വീട്ടിൽ ഡാഡി പോയിരുന്നു ആൻറ്റി. അങ്ങനെ ഇവൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. എൻ്റെ റൂമിൽ വന്ന് ഒരുമാതിരി എന്നെ ടച്ച് ചെയ്ത് തുടങ്ങി. ഭാഗ്യത്തിൽ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു ആൻറ്റി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ചേട്ടനെ ഇവിടെ എത്തിച്ചേർന്നു. ഇവൻ്റെ കുറിച്ച് എൻ്റെ ചേട്ടന് നന്നായിട്ട് അറിയായിരുന്നു. ചേട്ടനെനിക്ക് ഇവനെ കണ്ട് ഷോക്കായിരുന്നു. ഇവൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ പറഞ്ഞു ഇവനെ ബ്രേക്കപ്പ് ചെയ്യാൻ. ഇവൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇവന് ഓൾറെഡി ബോയ് നിറയെ ഗേൾസിനൊക്കെ ഇട്ട് ഇവന് ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നു പറഞ്ഞു ആൻറ്റി. അങ്ങനെ പറഞ്ഞു. നെക്സ്റ്റ് 3ാമത്തെ ഗേൾ ആൻറ്റി. ഞാൻ എൻ്റെ ഫസ്റ്റ് കോളേജിൽ ഗേൾ ഫ്രണ്ട് ആൻറ്റി. ആക്ച്വലി ഇവന് ഞാൻ ഡേറ്റ് ചെയ്യുമ്പോൾ ഇവന് വേറെ ഗേൾസ് കൂടെ വേറെ ഗേൾസിനോട് എന്തെല്ലാം പറയാം ആൻറ്റി. എൻ്റെ ഫ്രണ്ട്സിനോട് എന്തെല്ലാം പറയാമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഇഷ്ടമുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സും അവിടെ എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ നിറയെ ഗേൾസ് എന്തെല്ലാം പറയാം ആൻറ്റി. അതുകൊണ്ട് ഞാനും ഇന്ന് ബ്രേക്കപ്പ് ചെയ്തു. ഞാൻ സെക്കൻഡ് ഒരു ഗേൾ ഫ്രണ്ട് ആൻറ്റി. ഇവന് എനിക്ക് പ്രപ്പോസ് ഞങ്ങൾ ഒരുപാട് ഡേറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ കൂടെ ഇവൻ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞു അതെ എൻ്റെ ചേച്ചീനെ ടോർച്ചർ ചെയ്തു ആൻറ്റി. അതുകൊണ്ട് എനിക്ക് ഇവനെക്കുറിച്ച് അറിയാം. എൻ്റെ ചേച്ചി ഇവന് ബ്രേക്കപ്പ് ചെയ്യുന്നു. എൻ്റെ ചേച്ചിക്കോടെ മാരേജ് ആയിരുന്നു ആൻറ്റി. കാര്യം പറയാൻ തുടങ്ങി. ഇത് അങ്ങനെ പിന്നെ ഒരു ഗേൾസ് എല്ലാം നെഗറ്റീവ്സ് പറഞ്ഞു. ലാസ്റ്റ് ഒരു ഗേൾ പറഞ്ഞു ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് ആണ് ആൻറ്റി. ഇത് കേട്ട് ഷോക്കായി. അർജുൻ അമ്മയ്ക്ക് ഷോക്കായി പോയി.